ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഹോം മത്സരം എഗെയിൻസ്റ്റ് FC ഗോവയ്ക്കെതിരെയാണ്. ഒരു ബാക്ക് ടു ബാക്ക് ഹോം മത്സരങ്ങളാണ് വരുന്നത്. അതായത് അറിയാലോ, 4 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമ്മൾ ചെന്നൈയിൻ FC-ക്കെതിരെ കളിച്ചെങ്കിൽ ഇതാ നാളെ അടുത്തൊരു മത്സരം ഗോവയ്ക്കെതിരെ കളിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസിൻ്റെ എണ്ണമൊക്കെ കുറച്ച് കുറയുന്നുണ്ട് എന്ന് എനിക്കറിയാം. കുറച്ച് തിരക്കുകൾ കാര്യങ്ങളാണ്. ഞാൻ ബാക്ക് ടു നമ്മുടെ മറ്റ് ISL വാർത്തകൾ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസ് ഇപ്പോൾ ഒന്ന് കുറയുന്നുണ്ട്. എന്താണെങ്കിലും അതിലേക്ക് വരാൻ, പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുമുണ്ട്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്കറിയാമല്ലോ, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു 3-0 എന്ന് പറയുന്നൊരു വിജയമാണ്. എങ്കിൽ ഗോവയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഇപ്പം ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പെയാണ് കളിച്ചിട്ടുള്ളത്. അവർ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല എങ്കിൽ പിന്നീട് അവർക്കൊരു മികച്ച രീതിയിലേക്ക് വരാൻ സാധിച്ചു. ലാസ്റ്റ് 3 മാച്ച് അവർ നല്ല കളികളാണ് കളിക്കുന്നത്, തോറ്റിട്ടില്ല. അതിൽ ലാസ്റ്റ് 2 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരം പഞ്ചാബ് FC ടോപ്പ് ഫോമിൽ കളിക്കുന്ന ISL ക്ലബ്ബാണ്. അവർക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. BFC അവർ അതേവരെ തോക്കാതെ നിന്നിരുന്നൊരു ടീമായിരുന്നു. ടേബിൾ ടോപ്പിൽ ആ സമയത്ത് നിന്നിരുന്ന ടീമായിരുന്നു. അവർക്കെതിരെ ഒരു 3-0 എന്ന് പറയുന്നൊരു വിജയമൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അവരെ ഒരു ഗോവയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചേഞ്ച് ഈ അടുത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അവരുടെ കുറച്ച് ഇഞ്ചറി പ്ലേയേഴ്സൊക്കെ തിരിച്ചെത്തി എന്നുള്ളതാണ്. ഇപ്പം ജിങ്കൻ എത്തി, അദ്ദേഹം ടോപ്പ് ഫോമിലാണുള്ളത്. അതുപോലെ നിക്കോ ഗൊറക്സൻ എത്തി, അദ്ദേഹവും നന്നായിട്ട് ലാസ്റ്റ് മാച്ചിലൊക്കെ കളിച്ചിരുന്നു. യാസറിൻ്റെ തിരിച്ചുവരവ്, ഇതൊക്കെ ഉറപ്പായിട്ടും മനോലയ്ക്കും FC ഗോവയ്ക്കും ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കാൻ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ്ലെസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 3-0 എന്ന് പറയുന്നൊരു വിജയം നേടിയിട്ട് വീണ്ടും നമ്മളൊരു ഹോം മാച്ചിലേക്ക് വരുന്നൊരു സമയത്ത് ആ ഒരു അഡ്വാൻറ്റേജ്, ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞല്ലോ, ഗോവ ലാസ്റ്റ് 3 മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് കളിക്കാനായിട്ട് വരുന്നത്. അതിൻ്റെ പോസിറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ അതിന് മറ്റൊരു സൈഡും കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവർ ആ റിതത്തിൽ വന്നപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് വന്നു. പിന്നെ അവർക്ക് ഒരു പുതിയ സ്റ്റാർട്ട് എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിജയമൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ മുന്നോട്ടും അത് അവരെ ഗുണം ചെയ്യുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിതം നഷ്ടപ്പെടാനും പാടില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് സീസണിൽ ഒരു 4-2 എന്ന് പറയുന്നൊരു വിജയം നമ്മൾ ഒരിക്കലും മറക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ മത്സരം കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുള്ളൊരു മത്സരം, അതൊരു കംബാക്ക് മത്സരമൊക്കെയാണ്. അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ഇപ്പം ലാസ്റ്റ് മാച്ച് നോക്കിക്കഴിഞ്ഞാലും വല്ലാത്ത ഫീലിംഗ് ആണ്. നിങ്ങൾ ആ ഒരു മാച്ച് വന്ന് കണ്ടിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാകും. എന്താണെങ്കിലും അതേപോലത്തെ ഒരു മത്സരം തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും നോവയെ പോലത്തെയൊക്കെ താരത്തിന് ഉറപ്പായിട്ടും ആ ഒരു വിങ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഞാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം അവരുടെ ഇപ്പോൾ വിങ്ങറാണെങ്കിൽ വിങ് ബാക്കായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ കുറച്ചിപ്പം ബോറിസോർ ഉദാന്തയൊക്കെയാണ് കളിക്കുന്നത്. അപ്പം ഡിഫെൻസീവിനേക്കാൾ ഒഫൻസീവ്ലി ആ ലെവൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. പിന്നെ നോവ നമുക്കറിയാം, മണോളായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്ത് പ്ലാനാണ് നോവയ്ക്കെതിരെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളൊരു ഐഡിയ ഉണ്ടാകും. ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോവയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് അവരുടെ അറ്റാക്കിങ് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം എല്ലാ പ്ലേയേഴ്സും ടോപ്പ് ഫോമിലാണ് നിൽക്കുന്നത്. ഇപ്പം സാദിഖു സെക്കൻഡ് ടോപ്പ് സ്കോറായിട്ട് നിൽക്കുന്നു, ഗൊറക്സേന തിരിച്ചെത്തുന്നു, ട്രാച്ചിച്ചു ലാസ്റ്റ് മാച്ചിലൊക്കെ നന്നായിട്ട് കളിച്ചു, യാസറിൻ്റെ തിരിച്ചുവരവ് എന്നുള്ളതൊക്കെയാണ്. സോ നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് മാച്ച് ക്ലീൻ ഷീറ്റൊക്കെയാണ് കിട്ടിയെങ്കിലും നമ്മുടെ ഡിഫൻസിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ എങ്ങനെ പരിഹരിച്ച് വരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ചിലപ്പം ഇനിയും ക്ലീൻ ഷീറ്റ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടി കുറച്ചും കൂടിയൊക്കെ സെറ്റാകാനുള്ള സാധ്യതയുണ്ട്. ബേസിക്കലി ഈ ഒരു മത്സരത്തെ പറ്റി പറയുമ്പോഴത്തേക്കും അറ്റാക്ക് വേഴ്സസ് അറ്റാക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മുടെ അറ്റാക്ക് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം നോയുണ്ട്, ഹെസൂസ് ഉണ്ട്, ഇപ്പം ലൂണേമാർ ബാക്ക് ടു ഫോമിലേക്ക് വരുന്നു, കോറു സിംഗ് നന്നായിട്ട് കളിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കും തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവാണ്. 3 ഫോറിനേഴ്സ് ആണ് അവരുടെ അറ്റാക്കിലും നമ്മുടെ അറ്റാക്കിലും ഒക്കെ കളിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവർക്കൊരു അഡ്വാൻറ്റേജ്, അവരുടെ ഡിഫൻസ് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. ഇപ്പം ജിങ്കൻ നന്നായിട്ട് തന്നെയാണ് ഇപ്പം തിരിച്ചുവരവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓടയോണിൻ്റെ നമുക്കറിയാം അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നുള്ളതൊക്കെയാണ് ഉത്തരം. പക്ഷേ അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം മിഗായൽ സ്റ്റാറെ ഈ ഒരു ചെറിയൊരു ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം എപ്പോഴും ഒരു എമൗണ്ട് ഓഫ് ടൈം ആയിരിക്കും നമ്മൾ കൂടുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അത് ഏത് തരത്തിൽ, കൂടുതലും സെക്കൻഡ് ഹാഫിലൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു തരത്തിൽ മനോലയം ചെയ്യാറുണ്ട്. നമുക്കറിയാം ഒരു നിശ്ചിത സമയത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാക്കിങ് കൂടുതലും കളിയുടെ തുടക്കത്തിലായിരിക്കും. ആ സമയത്ത് അവർ കൂടുതൽ സ്കോർ ചെയ്യുന്നൊരു ലെവലിലേക്ക് വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, ടാക്കിൾ ചെയ്യുന്നു, തിരിച്ചും അതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ ഒരു മത്സരത്തിൻ്റെ ആകത്തുകയും പിന്നീട് റിസൾട്ടായിട്ടും ഒക്കെ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്ക് ഇനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് പരിശോധിക്കുമ്പോൾ FC ഗോവയെ സംബന്ധിച്ചിടത്തോളം ഒരു 4-2-3-1 പോലെ ആയിരിക്കും കളിക്കുന്നുണ്ടാകുക. ഗോൾ കീപ്പർ എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും ഋത്തിക് തിവാരി, സെൻട്രൽ ബാക്കിൽ സന്ദേശ് ജിങ്കൻ, ഒടയുണ്യ,
റൈറ്റ് ബാക്കിൽ ബോറിസ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ആകാശ് അൻഗ്വാൻ. മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ സഹിലിനെയും അതുപോലെ തന്നെ ആയുഷിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ഇക്കോ ഗൊറക്ചേന, റൈറ്റിൽ ലേക്ക് വരുന്ന സമയത്ത് യാസിർ, ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് റാച്ചിച്ച് ആൻഡ് സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ അർമാൻഡോ സാദുക്കു. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് മാച്ചിൽ നിന്ന് ഞാൻ ചേഞ്ചസ് ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലും പറഞ്ഞല്ലോ ചെറിയ ഗ്യാപ്പാണ്, ആ ഒരു റെസ്റ്റ്ലെസ് ഇഷ്യൂസ് പ്ലേയേഴ്സിനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇപ്പം സെറ്റാറുള്ള ടീം ഒരു ചേഞ്ച് വരുത്താനുള്ള സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ്, ഡിഫൻസിൽ മിലോസ് ആൻഡ് ഹോമിപ്പാം, ആൻഡ് റൈറ്റ് ബാക്സ് ആയിട്ട് സന്ദീപ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നവച്ച സിംഗ്, ആൻഡ് 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രെഡി ആൻഡ് വിപിൻ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ലൂണ, റൈറ്റിലേക്ക് വരുമ്പോൾ കൊറുസിംഗ്, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നവാ സദോയി, ആൻഡ് സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ ഹെസൂസ് സിമിനസ്. ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ എന്താണ് നിങ്ങൾ ഈ ഒരു മത്സരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിജയം തന്നെയായിരിക്കും. നിങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുക. നമുക്കൊരു ടോപ്പ് 6-ലേക്കൊക്കെ കടന്നു വരാനുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു മത്സരം കൂടി ഒക്കെ വിജയിച്ചു കഴിഞ്ഞാൽ. പിന്നെയും ഇതിനേക്കാൾ കഠിനമായിട്ടുള്ള മത്സരങ്ങളൊക്കെ ഇപ്പം BFCക്കെതിരെ, മോഹൻബഗാനൊക്കെതിരെ നമുക്ക് റീസെൻ്റ്ലി കളിക്കേണ്ടതുണ്ട്. അപ്പം ഈ ഗോവയ്ക്കെതിരെയുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ അതിലെ പോയിൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമ്പോസ് ചെയ്യാൻ ഒരു സനിയ.